അധികവും ഭജനയിൽ ലയിച്ചങ്ങ് ഇരുന്നു പോയി. നല്ല ഭജന. ആരെല്ലാം ഭജന കേട്ടു? കൈവക്കാം. ആരെല്ലാം ഭജന കണ്ടു? എല്ലാരും കണ്ടു അല്ലേ? ഞാനും കണ്ടു. ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാം വന്നപ്പോഴും ഈ ഭജന നടക്കുമ്പോൾ ഇത്രയും നല്ലൊരു ഭജന നടക്കുമ്പോൾ കണ്ണടച്ചങ്ങിരിക്കും. കണ്ണനെ കുറിച്ച് പാടുമ്പോൾ കണ്ണനെ മനസ്സിൽ കാണണം. കണ്ണൻ്റെ വേണുഗാനത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ണൻ്റെ വേണുഗാനം ഇങ്ങനെ ഒഴുകി ഒഴുകി തരംഗങ്ങളായിട്ട് നമ്മളിലേക്ക് വരുന്നത് നമ്മൾ കാണണം. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പാടുമ്പോൾ അമ്മയെ നമ്മൾ മനസ്സിൽ കാണണം, കണ്ണടച്ചെടുക്കും. നമ്മൾ കേരളത്തിൻ്റെ വെളിയിലേക്ക് ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നൃത്തം ചെയ്യും. നമ്മൾ കണ്ണു അടച്ചിങ്ങനെ വെറുതെ ഇരുന്ന് ഭജിക്കുന്ന ഒരു രീതിയല്ല. ഹിന്ദുമതത്തിൽ നമുക്ക് ആനന്ദത്തിൽ ആറാടി നൃത്തം ചെയ്യാനും ആ ദേവസന്നിധിയിൽ എല്ലാം മതിമറന്ന് നൃത്തം ചെയ്യാനും എല്ലാം നമുക്ക് അനുവാദമുണ്ട്. നമ്മൾ ആ മനസ്സിൽ കണ്ണനെയോ ദേവിയോ രാമനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അയോധ്യയിലെ രാംലല്ല ആ ബാലരൂപം മനസ്സിൽ വരാം. ഇത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഇതുപോലെയുള്ള നല്ല നല്ല ഭജന കേൾക്കുമ്പോൾ നമുക്ക് ആ കണ്ണുമടച്ച് നമ്മുടെ മനസ്സിൽ ആ ഒരു ദൈവ ചൈതന്യം, ആ രൂപം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ വരുമ്പോൾ ആ മെഡിറ്റേഷനുള്ള ഏറ്റവും നല്ല പ്രാക്ടീസാണ്. ഇത് കുറേ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ചത് കേട്ട് സങ്കല്പിച്ച് വരുമ്പോൾ നമ്മുടെ രണ്ട് കണ്ണും നിറഞ്ഞു വരും. അങ്ങനെ എത്രയോ പേർക്ക് അനുഭവങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസമുള്ളവരാണല്ലോ. ഒരു ചോദ്യം, ഈശ്വര ഭയമുള്ളവരെന്ന് കൈവെക്കാം. ആരൊക്കെയോ കൈവെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം രൂപത്തെ, പ്രതിരൂപത്തെ കണ്ണാടിയിൽ കണ്ട് ഭയന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഇല്ല. പിന്നെ ദൈവത്തെ ഭയക്കുന്നത് എന്തിനാണ്? അങ്ങനെ നമ്മൾ ദൈവത്തെ ഭയക്കുന്നു എങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാനാണ് ബ്രഹ്മം. ശബരിമലയിൽ കയറി ചെല്ലുമ്പോൾ തത്വമസി, അത് നീ തന്നെ. അകത്തിരിക്കുന്ന ഞാനും പുറത്തു നിൽക്കുന്ന ഞാനും എല്ലാം ഒന്നാണ്. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം പ്രതിരൂപത്തെ ഭയക്കേണ്ട ആവശ്യം എന്താണ്? പക്ഷേ തലമുറകളായിട്ട് നമ്മുടെ രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്ന് പോയി. ദൈവത്തിനെ ഭയക്കണമെന്നൊരു ചിന്ത. വീട്ടിൽ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ ദൈവത്തിന് എന്തോ കുഴപ്പം സംഭവിക്കും, ദൈവം നമ്മളോട് കോപിക്കും, ദൈവം നമ്മളോട് പിണങ്ങും എന്നൊക്കെയുള്ള ഒരു ചിന്ത. വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രം കിടന്നിട്ട് ദിവസവും രാവിലെ അവിടെ പോയി തൊഴുതില്ലെങ്കിൽ ഇനി അമ്മയെങ്ങാനും കോപിച്ചാലോ, പണി കിട്ടിയാലോ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണി കിട്ടിയാലോ എന്നുള്ള ഭയമാണ് പലരും ക്ഷേത്രത്തിൽ വരുന്നതിൻ്റെ ഒരു കാരണം. 2-3 കാരണങ്ങളുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും ഭയങ്കര വിഷമം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. ഈ വിഷമത്തിൻ്റെ മൂല കാരണം അവനവൻ തന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാൽ ശരി, എന്നാൽ ഒന്ന് പോയേക്കാം, ചെന്ന് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ ഈ ഭയം കാരണം നമ്മൾ പോവും. അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യം, 20 കോടിയുടെ ലോട്ടറി എടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ദേവി, അതൊന്ന് അടുപ്പിച്ച് തരണേ. 20 കോടിയുടെ ലോട്ടറിക്ക് 85 ലക്ഷം ടിക്കറ്റാണ് വിറ്റത്. 85 ലക്ഷം ആളുകളും പ്രാർത്ഥിച്ചാൽ ദേവി ആർക്ക് കൊടുക്കും? അപ്പൊ അങ്ങനെ ഒന്നുകിൽ കാര്യസാധ്യം, അല്ലെങ്കിൽ ഒരു ഭയം, അതുമല്ലെങ്കിൽ കുറെ നാളെ അമ്പലത്തിലേക്ക് പോയിട്ട് അത് അവിടെ തന്നെ ഉണ്ടാവോ ഒന്ന് നോക്കി വെച്ച് വരാം. ഇങ്ങനെയും അമ്പലത്തിൽ പോകുന്നുണ്ട്. ദൈവഭയം എന്നുള്ള ഒരു കാര്യം ഹിന്ദുമതത്തിൽ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ എല്ലാ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല. വളരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തൊട്ടും തൊടിയിച്ചും വായിക്കാൻ സമയം കിട്ടുമ്പോൾ വളരെ കുറച്ച്. പക്ഷെ ഇന്ന് വരെ നമ്മുടെ വേദങ്ങളായാലും പുരാണങ്ങളായാലും ഉപനിഷത്തുക്കളായാലും സംഹിതകളായാലും എവിടെയും സ്മൃതികളായാലും ഏതെങ്കിലും ഒന്നിൽ ഇന്ന് വരെ ദൈവത്തെ ഭയക്കണമെന്ന് പറഞ്ഞതായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ സെമറ്റിക് മതങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. കാരണം ആളുകൾ ആരാധനാ സമ്പ്രദായത്തെ പിന്തുടരണമെന്നുണ്ടെങ്കിൽ ഭയപ്പെടുത്തണം. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ കുട്ടികളെ നമ്മൾ എങ്ങനെ അനുസരിപ്പിക്കുന്നത്? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്കി വരും, അത് വരും, ഇത് വരും, അത് പിടിക്കും, പോലീസിന് പിടിച്ചു കൊടുക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ കൊണ്ടും ചെയ്യുന്നത് ഭയപ്പെടുത്തിയാണ്. മനുഷ്യന് പ്രവർത്തിക്കാനുള്ള ഒരു കാരണം, ഒരു ചേതന നൽകുന്നത് ഭയം മാത്രമാണ് എന്ന് നമ്മൾ തെറ്റായി വിശ്വസിക്കുന്നു.
എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഈ അമ്മമാരും ഒക്കെ കുട്ടികളെ ഒക്കെ തിരുത്തിയിട്ട് കൊണ്ട് നടക്കും. ഭക്ഷണം, കുട്ടികൾ പൊതുവെ ഭക്ഷണം കഴിക്കില്ല. മോനെ അമ്പിളിമാമനൊരു ഉരുള, കാക്കയ്ക്കൊരു ഉരുള, തത്തമ്മയ്ക്കൊരു ഉരുള, ഇവിടെ പൂച്ചയ്ക്കൊരു ഉരുള, ഇനി മോനൊരു ഉരുള. അപ്പം മകൻ പ്രകൃതിയുമായിട്ട് ചേർന്ന് ഇണങ്ങി വളർന്നു വരികയാണ്. അമ്പിളിമാമൻ, തത്തമ്മയ്ക്ക്, കാക്കയ്ക്ക്, പൂച്ചയ്ക്ക്, ഇനി എൻ്റെ മോനും ഒരു ഉരുള. ഇന്ന് അങ്ങനെയല്ല. എന്തോ കാക്കോച്ചി വരുമെന്നോ കോക്കമ്പീച്ച് വരുമെന്നോ അല്ലെ പോലീസിന് പിടിച്ചു കൊടുക്കുമെന്നോ. 6 വയസ്സ് വരെയാണ് നമ്മുടെ ആ ഒരു ക്യാരക്ടർ. ഒരു മനുഷ്യൻ എന്താണ് ജീവിതകാലം മുഴുവൻ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ആ മനുഷ്യൻ എന്തായി തീരും, മനുഷ്യനും മനുഷ്യത്തി എല്ലാവർക്കും ബാധകമാണ് എന്ന് നിശ്ചയിക്കുന്നത് ആ 6 വയസ്സ് വരെ ആ കുട്ടി കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മുടെ പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുസ്തകങ്ങളിൽ 10 വയസ്സ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആധുനിക ശാസ്ത്രവും അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ആ ചെറിയ പ്രായം മുതൽ ഈ ആധ്യാത്മിക ചിന്താഗതി എന്ന് പറയുന്നത് ഏതാണ്ട് മോശമായ എന്തോ ആണ്. അടുത്ത കാലം വരെ ഹിന്ദുക്കൾ രാവിലെ പാത്തും പതിയൊക്കെ അമ്പലത്തിൽ പോകും. എവിടെ പോവാ? ഇവിടെ വരെ പോവാം. അമ്പലത്തിൽ പോകാമെന്ന് പറയില്ല, ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയില്ല. കഴിഞ്ഞ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്. പോയി ഒരു ഇത്തിരി ചന്ദനം കിട്ടി അല്ലെങ്കിൽ ഭസ്മം കിട്ടിക്കഴിഞ്ഞാൽ നെറ്റിയിൽ തൊടും. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇച്ചിരി കൊണ്ട് നടന്നു കഴിയുമ്പോൾ പതുക്കെ ഇതങ്ങ് മാറ്റും. ഒന്നും അറിയാത്ത പോലെ. ഏതാ ഭഗവാൻ കാണാൻ ഇന്ന് കാണിക്കും. കാരണം ഭഗവാൻ അവിടെ കാണാൻ കണ്ടാലോ തുടച്ച് കളഞ്ഞു. പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കോപിച്ചാലോ. ഇന്നത് മാറി വരുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ മാറി വരുന്നുണ്ട്. നമ്മൾ ആ ആധ്യാത്മികതയിൽ അല്ലെ ആത്മീയതയിലേക്ക് പതുക്കെ നമ്മൾ മാറി വരുന്നുണ്ട്. ആ ഭയം, ഈ കുറി തൊട്ടാൽ എന്തോ കുഴപ്പമാണെന്നോ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തോ കുഴപ്പമാണെന്നോ ധരിച്ചിരുന്ന ഒരു കാലഘട്ടം മാറി വരിക. ആ വ്യത്യാസങ്ങൾ നമ്മുടെ അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളിലേക്കും ഇപ്പൊ പതുക്കെ ആയി വരുന്നുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ഫെസ്റ്റിവലുകൾ നമ്മൾ ആഘോഷിക്കാൻ പതുക്കെ ആരംഭിച്ചു തുടങ്ങി. കാർത്തിക വരുമ്പോഴത്തേനും എല്ലാ വീടിൻ്റെയും വരാന്തയിൽ നിറച്ച് വിളകൾ, ചെറിയ ചെറിയ ചിരാകുകൾ നമ്മൾ കത്തിക്ക് വെക്കുന്നു. ദീപാവലി വരുമ്പോൾ നമ്മളെല്ലാവരും ദീപാവലിക്ക് വിളക്ക് കത്തിച്ച് വെക്കുന്നു. ഇതൊക്കെ പതുക്കെ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇല്ലായിരുന്നു. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് ആയി വരുന്നുണ്ട്. ഇതില്ലാതെ പോയതിൻ്റെ ഒരു കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞിരുന്നു. ഞാൻ ഈ കോവിഡിന് തൊട്ട് മുമ്പ് വരെ എല്ലാ ശനിയും ഞായറും രാത്രി, വെള്ളിയാഴ്ച രാത്രി ഇവിടുന്ന് വണ്ടി കയറി മലപ്പുറത്തേക്കായിരുന്നു പോകുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തേക്കായിരുന്നു പോകുന്നത്. കൂടുതലും മലപ്പുറത്തായിരുന്നു. കോട്ടയ്ക്കലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിനടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകുമായിരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും ക്ഷേത്രങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സത്സംഗം സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. ധർമ്മ പാഠശാല പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടന. അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അപ്പം നമ്മുടെ ആചാര്യം പറയുന്ന പോലെ ഒരുപാട് ആധ്യാത്മികമൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയുന്ന കാര്യങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ശനിയാഴ്ച ഒരു ലൊക്കേഷനിലാണെങ്കിൽ ഉച്ചവരെ കുട്ടികൾക്ക്, അതിനുശേഷം ഉച്ചഭക്ഷണം അവിടെ എനിക്കും ലഭിക്കും, അവർക്കും കിട്ടും. ഉച്ച കഴിഞ്ഞ് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പേരൻറ്റിങ്, കുട്ടികളെ എങ്ങനെ വളർത്തണം, കുട്ടികളെ എങ്ങനെ നല്ല പൗരന്മാരായിട്ട് വളർത്തണം എന്നുള്ളൊരു സെഷൻ. ഞായറാഴ്ച അന്ന് രാത്രി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഞായറാഴ്ച അടുത്ത സ്ഥലത്ത്. അത് കോവിഡ് വന്നതോടുകൂടി നിന്ന് പിന്നീട് അത് ആരംഭിച്ചിട്ടില്ല. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരെ വിക്ടിമൈസ് ചെയ്യാന്ന് പറയും. ഇപ്പൊ വിക്ടിമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കുറ്റബോധമുള്ളവരാക്കി മാറ്റുക. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു, നമ്മുടെ ഈശ്വര ചൈതന്യങ്ങളിൽ അല്ലെങ്കിൽ ഈശ്വര സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതോ ഒരു വലിയ മഹാഭാവം ചെയ്യുന്ന രീതിയിൽ ഈ കുട്ടികളെ മറ്റുള്ളവർ പറഞ്ഞ് ഭയപ്പെടുത്തുകയോ അല്ലെ അവർക്കൊരു നാണക്കേട് തോന്നുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ മാത്രം. ബഹുദൈവ വിശ്വാസികൾ, ബാക്കി ഏകദൈവ വിശ്വാസികൾ, ദൈവം ഒന്നേ ഉള്ളൂ. ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട് ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. നമുക്ക് എത്ര ദേവതകളുണ്ട് അല്ലെ എത്ര ദൈവങ്ങളുണ്ട്? ആരെങ്കിലും ഒന്ന് പറയാം. എത്ര ദൈവങ്ങളുണ്ട്? നമ്മൾ തന്നെ പറയാം 33 ദൈവങ്ങളുണ്ടെന്ന്. പക്ഷെ നമ്മുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ എല്ലാ പുസ്തകങ്ങളും എല്ലാം ഒന്നും വായിച്ചു പഠിക്കാൻ പറ്റില്ല. ലളിതാ സഹസ്രനാമം ദിവസവും നമ്മൾ ജപിക്കാറുണ്ട് പലരും. ഭഗവത്ഗീത പഠിക്കുക, അതിലെ എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുക്കളും അതിലടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഒരു സംഗ്രഹമാണ് ഈ ഭഗവത്ഗീത. പക്ഷെ അതും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജപിക്കാനായിട്ട് 20 മിനിറ്റ് അത്ര എടുക്കുള്ളൂ. ഞങ്ങളൊക്കെ ദിവസവും ജപിക്കാറുണ്ട്. അപ്പോൾ പറയും ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ജപിക്കണം. ഇല്ല കുഴപ്പമാണ്, മുടങ്ങരുത്, ഒരു കുഴപ്പമില്ല.
നമ്മളിങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളക്ക് കത്തിക്കാൻ എത്ര തിരി ഇടണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എല്ലാവർക്കും പ്രശ്നമാണ്, കൺഫ്യൂഷനാണ്. 3 തിരി ഇട്ടാൽ മതി, അതല്ല 5 വേണം, അല്ല കുഴപ്പമാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ടുവരണം, അല്ല 7 വേണം, 9 വേണം, ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ്. കുറഞ്ഞത് 2 തിരി, കൈകൂപ്പി നിൽക്കുന്ന പോലെ 2 തിരികൾ ധാരാളമാണ്. പക്ഷെ നമ്മൾ അതെങ്കിലും കത്തിച്ചിരിക്കണം. നമ്മൾ എത്ര പേര് മുടങ്ങാതെ വീട്ടിൽ കത്തിക്കുന്നുണ്ട്. അത് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും പോകണം, സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം, ബന്ധു വീട്ടിൽ പോകണം. അപ്പോൾ അന്ന് ആരോ കത്തിക്കുക? അന്ന് കത്തിക്കണ്ട, അത് അടഞ്ഞു കിടക്കല്ലേ, അന്ന് കത്തിക്കണ്ട. കാരണം ഈ സന്ധ്യയാകുമ്പോൾ 3 പേര് നമ്മുടെ വീടിൻ്റെ വെളിയിൽ വന്ന് നിൽക്കും. 3 ആൾക്കാർ വീട്ടിൻ്റെ വെളിയിൽ വന്ന് നിൽക്കും. ആരൊക്കെയാ? സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, പിന്നെ ഒരാളും കൂടി മൂശേട്ട. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചാൽ സന്ധ്യയ്ക്ക് മുമ്പ് കത്തിക്കണം, സന്ധ്യയ്ക്കല്ല കത്തിക്കേണ്ടത്. സന്ധ്യയ്ക്ക് മുമ്പ് ഒരു 6:30 സന്ധ്യ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 6:15 കത്തിക്കണം. ഈ സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും ഒക്കെ ഭവനത്തിലേക്ക് പ്രവേശിക്കും. അവിടെ ഐശ്വര്യം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. കത്തിച്ചില്ലെങ്കിൽ കഥ തുറന്ന് ഇടുകയാണെ മൂശേട്ട പിൻവാതിലിൽ കൂടെ അടുക്കള വഴി കയറി വരുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കയറി വരും. ആ വീട്ടിൽ സ്വൈര്യം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നും അവിടെ അടിയും പിടിയും ബഹളവും മൂശയൊക്കെ. ഇതിൻ്റെ എല്ലാ പുറകിലും മറ്റൊരു ശാസ്ത്രീയ സത്യം കൂടിയുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തണം എന്ന് പറയുന്ന ഒരു കാര്യം ആരെങ്കിലും കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം പുറം തോർത്തണം. കാരണം നമ്മൾ കുളിച്ച് എല്ലാ ശരീരം അങ്ങോട്ട് ശുദ്ധമാക്കി എവിടെ നമ്മൾ തുടച്ച് ഡ്രൈ ആക്കുന്നോ അവിടെ ആദ്യം ചേട്ടാ ഭഗവതി മൂശത്ത്, ചേട്ടാ ഭഗവതി എന്ന് പറഞ്ഞാൽ ചേട്ടത്തിയാണല്ലോ, ചേട്ടത്തി കയറി ഇരിക്കും. അതുകൊണ്ട് ആദ്യം പുറം തുടയ്ക്കണം. അപ്പോൾ ചേട്ടത്തി പുറത്തിരുന്നോട്ടോ, കുഴപ്പമില്ല. അത് ഞാൻ കാണില്ലല്ലോ, എൻ്റെ പുറകെ വരുന്നവർ കണ്ടോട്ടോ, അതിന് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ തലയും മുഖവും ഒക്കെ തോർത്തി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആയുർവേദം പറയുന്നുണ്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ശരീരം തണുക്കുകയാണ്. തണുത്തു കഴിഞ്ഞ് തോർത്തുന്ന പ്രക്രിയയിലോടുകൂടി ശരീരം പതുക്കെ ചൂടായിക്കൊണ്ട് വരികയാണ്. ഏറ്റവും ആദ്യം പുറം തോർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിനകത്ത് സുഷുമ്ന അല്ലേ, അതിനകത്തെ നാഡീഞരമ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓരോരുത്തർക്ക് നടക്കാൻ വയ്യ, പെടലി വയ്യ, ഇവിടെ ബെൽറ്റിട്ട് നടക്കും, ഇവിടെ ബെൽറ്റിട്ട് നടക്കും. എല്ലാം ഈ നട്ടലിനാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ നമ്മളെ നേരെ നിർത്താനുള്ള ചുമതല. അപ്പം അവിടെ ആദ്യം ചൂടാകണം. അവിടെ ഒരുപാട് നേരം അങ്ങനെ തണുത്തിരിക്കുന്നത് നല്ലതല്ല എന്ന് ആയുർവേദം പറയുന്നുണ്ട്. അപ്പം ഇത് പറഞ്ഞാൽ മനുഷ്യന് പുറം തോർത്തൊന്നുമില്ല. ആദ്യം മുഖം, കാരണം നമുക്ക് മുഖത്ത് മാത്രം പൗഡർ ഇട്ട് പിന്നിക്ക് നടന്നാൽ മതിയല്ലോ. അപ്പം ഇത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ പറയുന്നതിലെല്ലാം മറ്റൊരു ശാസ്ത്ര സത്യമുണ്ട്. ഗണപതി എന്ന് പറയുന്ന ഒരു മിത്താണ്. മിത്ത് എന്നുള്ള വാക്ക് തന്നെ സംസ്കൃതത്തിൽ നിന്നുണ്ടായ വാക്കാണ്. മിത്ത് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. മിഥ്യ എന്നുള്ള സംസ്കൃതം വാക്കിൽ നിന്നാണ് ഈ മിത്ത് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. സത്യവും മിഥ്യയും എന്താണ് എന്ന് നമ്മുടെ ആചാര്യന്മാർക്ക്, നമ്മുടെ പൂർവികർക്ക് കൃത്യമായ വിവരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യം എന്നുള്ള വാക്കും മിഥ്യ എന്നുള്ള വാക്കും ഉണ്ടായത്. ഈ മിത്ത് എന്നുള്ള വാക്ക് ഇംഗ്ലീഷുകാർ നമ്മുടെ നിന്ന് കടമെടുത്ത ഗണപതി മിത്താണെന്ന് പറയുന്നു. ചെറിയൊരു മനുഷ്യൻ, കുഞ്ഞാണ്. ഗണപതിയെ പാർവതിയെ കൊണ്ട് സൃഷ്ടിച്ചു, ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ചെറിയ ഗണപതി. അതിൻ്റെ പുറത്ത് വലിയൊരു ആനയുടെ തല എങ്ങനെ കൊണ്ടുവയ്ക്കുക? ശരിയല്ലേ, മനുഷ്യൻ്റെ കഴുത്തം കൊണ്ട് പറ്റി കളഞ്ഞു വെച്ച്. ആനയുടെ തുമ്പിക്കൈയുടെ വണ്ണമില്ലേ കഴുത്തിന്, അവിടെ ഒരു ആനയുടെ തല എങ്ങനെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു? എന്നും മനുഷ്യൻ ചർച്ച ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ, അല്ലെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. അപ്പം പലരും പറയും അതൊരു സങ്കല്പമാണ്. അതിലൊരു സങ്കല്പത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇത്രയും വലിയ ഗണപതി എലിയുടെ പുറത്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആനയുടെ തലയുടെ അർത്ഥം എന്താണ്? വലിയ ചെവിയുടെ അർത്ഥം എന്താണ്? ഒരുപാട് അർത്ഥങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്, പലരും പലത് പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ എനിക്ക് 2023 വരെ എനിക്ക് സമയമെടുത്തു ഇത് മനസ്സിലാക്കാം, ഈ ഗണപതിയുടെ തത്വം. കാരണം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ വരുന്നത് എന്തിനാ? അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ദൈവത്തിനെ നമ്മൾ കാണുന്നില്ല. അപ്പം ഈ ദൈവം എന്ന് പറയുന്ന പ്രപഞ്ച ശക്തിയെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു പ്രതിരൂപം ആവശ്യമാണ്. ഒരുപാട് പേര് ഇവിടെ വന്ന് തൊഴുത് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ ഈ ചൈതന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി അദ്ദേഹത്തിന് അറിയാം, പ്രതിഷ്ഠ നടത്തിയ സമയത്ത്, പ്രാണപ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഇപ്പോൾ ഉള്ള ഈ ചൈതന്യം ഒരു പക്ഷേ ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഉത്സവങ്ങൾ നടത്തുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, അല്ലേ, ഇതുപോലെ നവാഹം നടത്തുന്നു, ഒരുപാട് പേര് ഇവിടെ വന്ന് തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വർദ്ധിച്ച ശക്തി നമുക്കൂടെ കിട്ടണം.
അതിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത്. ഇപ്പൊ ഗണപതിയുടെ തത്വം പറയുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞതിൻ്റെ ഒരു കാരണം, ഇപ്പം നമ്മളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദൈവസങ്കല്പത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെയോ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റൊരു പ്രതിരൂപം അല്ലെ മറ്റൊരു അറിവ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലേ നമുക്കിത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു സായിപ്പിന്റെ അടുത്ത് ചെന്നിട്ട് സാമ്പാറിനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും സായിപ്പിന് ഈ സാമ്പാർ എന്താണെന്ന് മനസ്സിലാവില്ല. ഒരു സ്പൂണിൽ കുറച്ച് സാമ്പാർ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ സായിപ്പിന് മനസ്സിലാവും. നമ്മുടെ അവസ്ഥ അതാണ്. നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ഒന്നിൽ സായിപ്പ് പറയണം, അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ അറിവുമായിട്ട് ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. കൊച്ചുകുട്ടികളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അവർ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ച് ആ അറിവുകളുമായിട്ട് ആധുനിക ശാസ്ത്രവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ നമ്മൾ മുതിർന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിത് കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. എത്ര വിദ്യാഭ്യാസമുള്ളവർക്കും ഈ ഗണപതി എന്ന് പറയുന്ന സങ്കല്പം എന്താണ് എന്ന് ഒന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം എനിക്ക് തോന്നിയൊരു തോന്നലാണ്, ഇത് ഇവിടെ വായിച്ചതല്ല, ശരിയാവാം തെറ്റാവാം. ഇന്ന് ആധുനിക ശാസ്ത്രം വളർന്ന് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് മെമ്മറി സർജറി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക്, അതായത് നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഓരോരോ ന്യൂറോൺസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ആചാര്യനോട് പറയുമ്പോൾ സഹസ്രതല പത്മസ്ഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചു. ലളിത സഹസ്രാവും എല്ലാ ദിവസവും ജപിക്കാറുണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു ഈ സഹസ്രതല പത്മസ്ഥ എന്ന് പറയുന്നതിന്റെ സങ്കല്പം എന്താണോ. 1000 തളങ്ങളുള്ള വലിയൊരു താമരയുടെ നടുക്കിരിക്കുന്ന ദേവിയായിട്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആചാര്യനവിടെ മിനിഞ്ഞാന്ന് സഹസ്രതല പത്മസ്ഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പം അർത്ഥം പിടികിട്ടി. നമ്മുടെ അറിവുകളും നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ അറിവുകളും ഈ ബ്രെയിനകത്ത് ഓരോ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പൊട്ടുകൾ, അപ്പുറത്തൊരു പൊട്ട് ഇപ്പുറത്തൊരു പൊട്ട്, അതേ നിന്നൊരു കണക്ഷൻ, ചിലന്തി വല കിട്ടുന്ന പോലെ അതേന്ന് വേറൊന്ന്. അപ്പൊ ഇങ്ങനെ ആയിരക്കണക്കിന് ദളമുള്ള പത്മം പോലെയാണ് നമ്മുടെ ഈ ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ എന്ന പോലെ ആധുനിക ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് മനസ്സിലാകാൻ ഈ ദേവി നമ്മുടെ ഉള്ളിലായിരിക്കുന്ന സഹസ്രദള പത്മസ്ഥ, ആയിരക്കണക്കിന് ദളങ്ങളുള്ള ആ താമരയിലാണ് ദേവി ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ബുദ്ധിയിലാണ്, നമ്മുടെ അറിവിലാണ്, നമ്മുടെ മനസ്സിലാണ് ദേവി ഇരിക്കുന്നത് എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ ജപിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ന്യൂറോണിനും സർജറി നടത്താൻ, നമ്മുടെ ഓർമ്മകൾക്ക് അല്ലെങ്കിൽ മെമ്മറി സർജറി നടത്താമെന്ന് ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വൈദ്യനാഥനായ പരമേശ്വരൻ ഈ ഗണപതി എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു മെമ്മറി സർജറി നടത്തിയതാണ്. അഹങ്കാരമെല്ലാം ശമിപ്പിച്ച് എല്ലാ അറിവുകളുള്ള ആനയുടെ തലയോളം വലിപ്പമുള്ള ബുദ്ധി കൊടുത്തതാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം. ഈ ദൈവം എവിടെയായിരിക്കുന്നത്? നമ്മൾ പിന്നെ ഗ്രന്ഥങ്ങളിലേക്ക് ഇങ്ങനെ ചകഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ചേരുന്നതാണ് ഒരു ജഗത്ത്. അത് നമ്മൾ അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് നമ്മൾ വിളിക്കുന്നത്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ചേരുന്നതാണ് ഒരു ജഗത്ത്, അനേക കോടി ജഗത്തുക്കൾ ചേരുന്നതാണ് ഒരു വിശ്വം. അതുകൊണ്ടാണ് നമുക്ക് ജഗന്നാഥനുമുണ്ട് വിശ്വനാഥനുമുണ്ട്. ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ജഗന്നാഥനുണ്ട്, വിശ്വനാഥനുണ്ട്. ആ വിശ്വത്തിന്റെ മുഴുവൻ നാഥനായിട്ട് ഏറ്റവും മുകളിലുള്ളതാണ് പരബ്രഹ്മം, ബ്രഹ്മം എന്ന് നമ്മൾ പറയും. ഈ ബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പം ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതാണ് പരംജ്യോതി, പരംധാമ, പരമാണു പരാൽപര നമ്മൾ പറയുന്നത്. പരമാണുവിലും ഉണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ആധുനിക ശാസ്ത്രം ഇപ്പം പുതിയതായിട്ട് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട്. ഈ ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ അതിന് ബോധമുണ്ടെന്ന്, അതിന് ചിന്തിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ചപ്പോൾ പലർക്കും മറന്നുപോയി കാണും. പക്ഷെ നമ്മളൊരു ആറ്റത്തിൻ്റെ ഘടന പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസ്, നടുക്ക് ഒരു പ്രോട്ടോൺ, കുറച്ച് പ്രോട്ടോണും ന്യൂട്രോണും, അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്നതായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇത് മുഴുവൻ മായയാണ്, നീ കാണുന്ന ഒന്നുമല്ല, ഇത് മുഴുവൻ മായയാണെന്ന് ഗീതയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് മായ എന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾ ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇതിനെയൊക്കെ ഒരു ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണെങ്കിലും അതിനെ കാണാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് നമ്മളിപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ശരിയാണ്, പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കാണാം. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഇല്ല.
ഇപ്പോൾ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യമാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഇല്ല. അതൊരു ഊർജത്തിൻ്റെ ഒരു തരംഗമാണ്. ഈ ഊർജ തരംഗം ഈ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ അവിടെ ഒരു വസ്തു കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു ഉദാഹരണം പറയാം. ഒരു ഫാൻ മേളിൽ കിടന്ന് കറങ്ങണം. അതിൻ്റെ 3 ലീഫിൻ്റെ അറ്റത്ത് നമ്മളൊരു ചെറിയ 3 ഡോട്ട് ഇടുക. വെളുത്ത പെയിൻറ് കൊണ്ട് 3 ലീഫിൻ്റെ അറ്റത്ത് ഓരോ ഡോട്ട് ഇടുക. കറുത്ത ഫാനാണെങ്കിൽ. ഇനി വെളുത്ത ഫാനാണെങ്കിൽ കറുത്ത ഡോട്ട് ഇടുക. ഫാൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? 3 ഡോട്ടാണോ കാണുന്നത്? ഒരു സർക്കിളാണോ കാണുന്നത്? ഒരു സർക്കിളല്ലേ കാണുന്നത്? ഇതാണ് മായ എന്ന് പറയുന്നത്. അവിടെ സർക്കിൾ ഉണ്ടോ? ഇല്ല. ഉണ്ട് എന്നൊരു തോന്നൽ മാത്രമല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ എന്താ ഉള്ളത്? ഒരു പൊട്ട ഉള്ളത്. ഇതാണ് മായ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് അല്ല യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്. അതിനെയാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ മായ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന കണക്ഷൻസ് ഒന്നും നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് മുഴുവൻ സയൻസാണ്. ഭൂഗോളം എന്ന് ആദ്യമായിട്ട് പറയുന്ന ഹിന്ദു പുരാണങ്ങളിലാണ്, ഹിന്ദു ഗ്രന്ഥങ്ങളിലാണ് ഭൂഗോളം. അപ്പോഴും ചോദിക്കും ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? അപ്പോൾ എല്ലാവരും പറയും മുകളിൽ. എല്ലാവരും ദൈവമേ എന്ന് വിചാരിച്ചിങ്ങനെ മേപ്പോട്ട് നോക്കും. അപ്പോൾ ഭൂമി ഉരുണ്ട ഭൂമിയുടെ ഈ ഭാഗത്ത് നിൽക്കുന്ന നമ്മൾ മേപ്പോട്ട് നോക്കി അങ്ങോട്ട് നോക്കും. അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന അമേരിക്കക്കാരെ നോക്കുമ്പോൾ അത് കീപ്പോട്ടല്ല. പക്ഷെ അവർ നോക്കുന്ന മേപ്പോട്ടാണെന്ന് അവൻ്റെ വിശ്വാസം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് എന്ന് പറയുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. പഞ്ചകോശാന്തര സ്ഥിത ജപിക്കുന്നുണ്ടോ? അതിനകത്ത് വരുന്നുണ്ടോ? പഞ്ചകോശാന്തര സ്ഥിത. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സംസ്കൃതമാണെങ്കിലും ഈ സംസ്കൃതവുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഭാഷകളിലൊന്നും മലയാളം. മലയാളത്തിലെ ഒരുപാട് പദങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള പദങ്ങളാണ്. പഞ്ചകോശാന്തര സ്ഥിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോശങ്ങളിലും വസിക്കുന്നവളെ എന്നല്ലേ? വളരെ സിമ്പിൾ. നമ്മൾ സംസ്കൃതം പഠിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ സിമ്പിൾ ലോജിക് കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. 5 കോശങ്ങളിലും സ്ഥിതി ചെയ്യുന്നവളെ. അപ്പോൾ ദേവി 5 കോശങ്ങളിലും ഉണ്ട്. ഏതൊക്കെയാണ്? അന്നകോശം. ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി പറഞ്ഞുതരാം. ഒരു കുട്ടി അമ്മയുടെ ഗർഭത്തിൽ ആയി. അമ്മ കഴിക്കുന്ന ആഹാരം, അപ്പം അന്നമല്ലേ അത്? അതിൽ നിന്നാണ് പതുക്കെ 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 ഈ കോശങ്ങൾ വിഘടിച്ച് പതുക്കെ പതുക്കെ ഇത് വളർന്നു വരും. വളർന്നു വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിന് ചെവികൾ വരുന്നു. അങ്ങനെ ഓരോന്ന് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ഈ അന്നകോശത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ലഭിക്കുന്നത് എന്താണ്? അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് പിന്നെ ഒന്നാണ് പ്രാണകോശം. ശരിയാണ്. ഈ കുട്ടിക്ക് തനതായ ഒരു ജീവൻ ഉണ്ടാകാൻ തുടങ്ങുന്നു. കോശ അവസ്ഥയിലുള്ളപ്പോൾ തന്നെ ജീവനുണ്ട്, പക്ഷേ തനതായ മറ്റൊരു ജീവൻ ഉണ്ടാകാൻ തുടങ്ങുന്നു. കയ്യും കാലും ചെവിയും കണ്ണും എല്ലാം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ആ ജീവൻ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, ഊർജമാണ്. അതാണ് പ്രാണകോശം. നമ്മൾ പ്രതിഷ്ഠ നടത്തുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തണം. അല്ലെങ്കിൽ അതൊരു കല്ലാണ്. ശില്പി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊത്തി എത്ര മനോഹരമായിട്ട് കൊത്തി വെച്ച് കഴിഞ്ഞാലും അതിന് തന്ത്രിവര്യന്മാർ വന്ന് അതിനെ പ്രതിഷ്ഠിച്ച് പ്രാണ ഊർജം കൊടുക്കുമ്പോഴാണ് അത് പ്രാണപ്രതിഷ്ഠയാണ്, ജീവനുള്ളതാകാണ്. നമ്മൾ നോക്കുമ്പോൾ കല്ല് പോലെ അവിടെ ഇരിക്കുന്നു, അനങ്ങുന്നില്ല, പക്ഷെ ജീവനുള്ളതാകാണ്. തന്ത്രിരത്വത്തോട് ചോദിച്ചാൽ അങ്ങനെ ഇതും സ്വന്തമായ ജീവനുള്ള ഒരു കോശമായിട്ട് പറഞ്ഞു. ഇതിന് ഈ എനർജി എല്ലാം കിട്ടിക്കഴിയുമ്പോൾ അപ്പം പ്രാണകോശമാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബ്ലഡ് സർക്കുലേഷൻ ആരംഭിക്കുന്നു, ദഹന പ്രക്രിയകൾ അതൊക്കെ ആരംഭിക്കുന്നു, കോശങ്ങളെല്ലാം മാലിന്യങ്ങൾ പുറത്ത് തള്ളാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ പ്രാണനിലും ദേവിയുണ്ട്. അത് കഴിഞ്ഞ് 3ാമത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ഈ കുട്ടി കാര്യങ്ങൾ അറിയാൻ തുടങ്ങുന്നു. ജ്ഞാനകോശം. കാര്യങ്ങൾ അറിയാൻ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ചക്രവ്യൂഹം ഭേദിച്ചകത്ത് കയറുന്നത് എങ്ങനെയാണെന്ന് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അഭിമന്യു ഗർഭത്തിൽ കിടക്കാം. ആ അഭിമന്യു കേട്ടു. കൃഷ്ണൻ അവസാനം ചക്രവ്യൂഹം ഭേദിക്കുന്നത് വരെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിർത്തി എന്നുള്ളതാണ് കഥ. അപ്പോൾ കൃഷ്ണൻ ദുഷ്ടനല്ലേ എന്ന് ചോദിക്കും. അല്ല, കർമ്മഫലം അനുഭവിക്കാൻ കിടക്കുന്നു. കൃഷ്ണൻ അറിയാതെ ചക്രവ്യൂഹത്തിൽ വെച്ച് കൊല്ലപ്പെടേണ്ടവനാണെന്ന്, അതുകൊണ്ടാണ് നിർത്തിയത്. അല്ല അഭിമന്യുവിനോട് ഏതാണ്ട് വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ചെവികൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് 3ാമത്തെ കോശവും ആയി. പിന്നീട് വരുന്നതാണ്, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. പിന്നീട് വരുന്നതാണ് വിജ്ഞാനകോശം. സംസ്കൃതത്തിൽ വിജ്ഞാനകോശം എന്ന് പറയുന്നത് വിജ്ഞാനകോശം. വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച് അറിവുകൾ നേടാൻ ആരംഭിക്കുകയാണ്.
അപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഓരോ അറിവുകൾ തേടും. പക്ഷേ സ്കൂളിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ അറിവുകൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്നു. തെറ്റേത് ശരിയേത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകാൻ തുടങ്ങുന്നു. അപ്പോൾ അതാണ് 4ാമത്തെ കോശം, വിജ്ഞാനകോശം. വിജ്ഞാനകോശത്തിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കർമ്മം നമ്മളെ ബന്ധിക്കാൻ തുടങ്ങി. നല്ല കർമ്മങ്ങൾ ചെയ്യണം, ചീത്ത കർമ്മങ്ങൾ ചെയ്യണം. അറിവില്ലാത്ത കാലത്ത് നല്ലതോ ചീത്തയോ ഏതാണ് തെറ്റേത് ശരിയേത് എന്നറിയാത്ത കാലത്ത് നമ്മൾ ചെയ്യുന്ന ഒന്നും നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നമ്മളെ ബാധിക്കുന്നില്ല. തിരിച്ചറിവായതിനു ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ കർമ്മങ്ങളായിട്ട് നമ്മുടെ പിന്നാലെ ഇങ്ങനെ കൂടുന്നത്. പിന്നീട് വരുന്ന ആനന്ദകോശം, പരമാനന്ദകോശം. അതാണ് നമ്മുടെ ജീവചൈതന്യം എന്ന് പറയുന്നതോ ആത്മാവ് എന്ന് പറയുന്നതോ. അതാണ് ഈ പഞ്ചകോശാന്തര സ്ഥിതി. അപ്പം നമ്മളിലുണ്ട് ഭഗവാൻ, നമ്മളിലുണ്ട് ദേവീ ചൈതന്യം, ദൈവചൈതന്യം എന്ന് പറയുമ്പോൾ ഇത് പഞ്ചകോശങ്ങളിൽ നമ്മുടെ ഓരോ സ്റ്റേജിലും എല്ലാ ഭാഗത്തും ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഉണ്ട്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കോശത്തിൻ്റെ പ്രവർത്തനം അങ്ങ് നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഞാനീ പറഞ്ഞു യൂണിവേഴ്സ് കോൺഷ്യസ് ആണ് എന്നൊരു സങ്കല്പം പറഞ്ഞു. അതിന് മുമ്പായിട്ട് പറയട്ടെ, ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് ഈ 33 കോടി ദൈവങ്ങളുടെ സങ്കല്പം വരുന്നത്? നമ്മുടെ ഇടയിൽ, ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ 2 തരം വിശ്വാസികളുണ്ട്, ദ്വൈതവും അദ്വൈതവും. ദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികമുണ്ട്, 2 ഉണ്ട്. ദ്വൈതം എന്ന് പറഞ്ഞാൽ 2. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, 2 ഇല്ല. അതല്ലേ ഒരു കഥയുണ്ടല്ലോ, ഗുരുവായൂർ ഒരുത്തം പോയിട്ട് ചോദിച്ചു ഏതോ ഒരു പണ്ഡിതനോട്, ഈ ഗുരുവായൂരപ്പൻ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഇദ്ദേഹം വേറെന്തോ ആലോചിച്ച് ദേഷ്യമെന്ന് പറഞ്ഞു, ഒരുമാതിരി മാടമ്പോത്തിനെ പോലെ ഇരിക്കും. മാടമ്പോത്തം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇദ്ദേഹം ഉടനെ ഗുരുവായൂരപ്പനെ മാടമ്പോത്തിൻ്റെ വലിയ 2 കൊമ്പും ഒക്കെ ഉള്ള ഒരു രൂപമായിട്ട് ഇങ്ങനെ ധ്യാനിച്ചു. ഒരു ദിവസം ശ്രീകോവിലിൽ നിന്ന് ശിവയിലേക്ക് എഴുന്നള്ളിക്കാൻ നോക്കി കഴിഞ്ഞപ്പം ഗുരുവായൂരപ്പൻ വെള്ളിലേക്ക് വരുന്നില്ല, അകത്ത് കുടുങ്ങി നിൽക്കുക. ശിവയിലെ വിഗ്രഹം അകത്ത് കുടുങ്ങി നിൽക്കുക, ചെറുതാണ്, പക്ഷെ അകത്ത് കുടുങ്ങി നിൽക്കുക, ഇറങ്ങി വരുന്നില്ല. അവിടെ ഉള്ളവരെല്ലാം പഠിച്ച പണി 18 നോക്കിയിട്ട് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നിട്ട് പറഞ്ഞു, അത് ഇത്തിരി ഒന്ന് ചരിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ കയറിക്കോളും, ഇറങ്ങി വന്നോളും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു വഴി കാണാൻ നിൽക്കുന്നവർ ആ വിഗ്രഹത്തിന് ഒരിത്തിരി ഒന്ന് ചരിച്ചിട്ട് പുറത്തേക്ക് ഇറക്കി, അത് ഇറങ്ങി. എന്തായിരുന്നു അറിയാം, മാണമ്പോത്തിൻ്റെ കൊമ്പ് കഥകയിലിങ്ങനെ ഉടക്കി നിൽക്കുകയായിരുന്നേ. അപ്പോൾ ഒന്ന് ചരിച്ച് കഴിഞ്ഞപ്പോൾ അതിന് പുറത്തേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ മരപ്രഭുവിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ടല്ലോ അല്ലേ, മരപ്രഭു പോയിട്ടുള്ളവർക്കറിയാം. അതെങ്ങനെയാണ്? വിഷ്ണു സഹസ്രനാമം ജപിച്ചിങ്ങനെ പൂന്താനം ജപിച്ച് നടക്കുമ്പോൾ പത്മനാഭോ അമരപ്രഭു എന്ന് പറയേണ്ടതിന് പകരം പൂന്താനം പത്മനാഭോ മരപ്രഭു എന്ന് ജപിച്ചു നടന്നു. നമ്മൾ പറയും മന്ത്രങ്ങൾ തെറ്റിച്ച് ചൊല്ലാൻ പാടില്ല, ഭയങ്കര ദോഷമെന്ന് പറയും. അപ്പം മേൽപ്പത്തൂർ പൂന്താനത്തെ കളിയാക്കി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എന്നാണ്, മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാളും എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. അങ്ങനെ കൃഷ്ണൻ മരപ്രഭുവിൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്, അതാണ് മരപ്രഭുവിൻ്റെ പ്രതിഷ്ഠ ഗുരുവായൂർ. അപ്പം ഏത് രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും അവതരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഈ പരബ്രഹ്മത്തിനാണ്. ഈ പരബ്രഹ്മത്തിന് ബ്രഹ്മാവായിട്ടും മഹാവിഷ്ണുവായിട്ടും ദേവിയായിട്ടും ദുർഗയായിട്ടും ബാക്കി ഏതൊക്കെ ഗണപതിയായിട്ടും സുബ്രഹ്മണ്യനായിട്ടും ഏത് രീതിയിലും മനുഷ്യനായിട്ടും മൃഗമായിട്ടും സസ്യങ്ങളായിട്ടും എങ്ങനെ വേണമെങ്കിലും അവതരിക്കാൻ സാധിക്കും. അതാണ് ഈ പരബ്രഹ്മം എന്ന് പറയുന്ന ഏറ്റവും ഉത്തമമായ ആ ശക്തി. ഒരു കാര്യം കൂടെ ഈ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരുപാട് ഇൻ്റർനെറ്റിലൊക്കെ കുട്ടികൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ മൊബൈലൊക്കെ എടുത്ത് വെച്ച് നോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നൊരു സാധനം അതെന്താണ് എന്ന് മൊബൈലിൽ നിന്ന് റിസർച്ച് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പ്രപഞ്ചത്തിൻ്റെ ശക്തി മുഴുവൻ ഈ ഡാർക്ക് മാറ്ററിലാണ് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അവിടെ നമ്മൾ പറയുന്ന പഞ്ചഭൂതങ്ങൾ, ഭൂമി, ജലം, വായു, അഗ്നി, 5ാമത്തേത് ആകാശം. ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ ഈ ആകാശം എന്ന് പറയുന്നത് ശൂന്യതയാണെന്ന്, ശൂന്യാകാശമാണ് ഇവിടെ ആകാശം എന്ന് പറയുന്നത് എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ അല്ല. കാരണം നമുക്കിത് നമ്മുടെ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ സഹായം വേണ്ടി വന്നു. ഈ ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ വായിച്ചപ്പോഴാണ് ഈ ആകാശം എന്താണെന്ന് മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം, ശൂന്യാകാശം എന്നൊരു സംഭവം ഇല്ല. നമ്മൾ മേപ്പോട്ട് നോക്കിയാൽ ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ കുറേ രാത്രി നോക്കുമ്പോൾ കാണാം നക്ഷത്രങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. അവിടെ ഈ ഗ്രഹങ്ങളും
നക്ഷത്രങ്ങളും തമ്മിലുള്ള ആകർഷണ ശക്തി അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഒരു അകലമെന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഇവിടെ നിന്ന് 4 പ്രകാശവർഷം അകലെയാണ്. പ്രകാശത്തിൻ്റെ സ്പീഡിൽ സൂര്യപ്രകാശം ഭൂമിയിൽ വരാൻ 8 സെക്കൻഡ് മതി. പക്ഷേ ഏറ്റവും അടുത്ത് കാണുന്ന നക്ഷത്രത്തിലേക്ക് നമുക്ക് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ 4 വർഷം എടുക്കും. ബാക്കിയെല്ലാം 100 കണക്കിന് വർഷങ്ങൾ അകലെയുള്ള നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നു. നമ്മളീ കാണുന്ന നക്ഷത്രങ്ങൾ, ഇപ്പം കാണുന്ന നക്ഷത്രങ്ങൾ അവിടെ ഇല്ല. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പുറപ്പെട്ട പ്രകാശമാണ് ഇപ്പം നമ്മുടെ കണ്ണിലെത്തുന്നത്. ഇവർ തമ്മിലുള്ള ആകർഷണ ശക്തി എന്ന് പറയുമ്പോൾ അത്രയും അകലത്തിൽ കിടക്കുന്ന, പ്രകാശവർഷങ്ങൾ അകലെ കിടക്കുന്ന നക്ഷത്രങ്ങൾ തമ്മിലുള്ള ആകർഷണ ശക്തി എന്ന് പറയുന്നത് തുലം തുച്ഛമാണ്. അപ്പോഴാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കറുത്ത സാധനം എന്നാണ് പറയുന്നത് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. അവിടെ അത് പ്രകാശത്തിനെ പുറത്തേക്ക് വിടുന്നില്ല, നമുക്ക് കാണാൻ പറ്റില്ല. പ്രകാശത്തിനെ അകത്തേക്കും വലിക്കുന്നില്ല, അതുകൊണ്ടും നമുക്ക് കാണാൻ പറ്റില്ല. പ്രകാശത്തിന് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അതായത് നമ്മൾ ചന്ദ്രൻ ചെയ്യുന്ന പോലെ. ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശത്തിനെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു ഭൂമിയിലേക്കൊക്കെ വിടുക, അതുകൊണ്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നു. ചന്ദ്രൻ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നില്ല, പ്രകാശത്തിനെ വലിച്ചെടുക്കുന്നില്ല, പക്ഷേ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ടെലിസ്കോപ്പുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതിനെ കാണാൻ പറ്റില്ല. പക്ഷെ അത് ഊർജത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഊർജ ഭണ്ഡാരമാണ്, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന്. കാരണം ഈ പറഞ്ഞ നക്ഷത്ര സമൂഹങ്ങളും ഗ്രഹങ്ങളും എല്ലാം തമ്മിലുള്ള നിശ്ചിത അകലം പാലിച്ച് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പഞ്ചഭൂതങ്ങളിലെ ആകാശം എന്താണ്. നമ്മൾ മേപ്പോട്ട് നോക്കുമ്പോൾ കാണുന്ന നീലാകാശം അല്ലത്. ഇതും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം ഇന്ന് നിലനിൽക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. പരമശിവനെ എല്ലാവർക്കും പേടിയാണ്, സംഹാരം. പുള്ളിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ നടക്കത്തെ ഒരു കണ്ണുണ്ട്, അത് തുറന്ന് അപ്പോഴേ കരിച്ച് ഭസ്മമാക്കി റെഡിയാക്കും. അതല്ല, യൂണിവേഴ്സ് എന്നാണ് ഇംഗ്ലീഷുകാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനായി. നമ്മൾ പറയുന്നു നമുക്ക് ത്രിഭുവനങ്ങളുണ്ട്, ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ജഗത്തായി. അനേകം കോടി ജഗത്തുകൾ ചേരുമ്പോൾ ഒരു വിശ്വമായി എന്ന് നമ്മുടെ ആചാര്യന്മാർക്ക് അറിയായിരുന്നു. പക്ഷെ ആധുനിക ശാസ്ത്രത്തിന് യൂണിവേഴ്സ് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്നു യൂണിവേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്, മൾട്ടിവേഴ്സ്. അതായത് ഇതുപോലെയുള്ള അനേകം യൂണിവേഴ്സുകൾ ഉണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. നമ്മൾ പറയുന്നു അനേക കോടി ബ്രഹ്മാണ്ട ജനനി, അനേകം കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നു, അത് കുറേ നാൾ അവിടെ നിലനിൽക്കുന്നു, ഒരു കൽപ്പമാണെന്നൊക്കെ ആണ് പറയുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാത്ത കാര്യങ്ങൾ പറയൂല. ഒരു കൽപ്പമാണെന്ന് പറയുന്നതിൻ്റെ ആയുസ്, അതായത് ഒരു കൽപ്പം ബ്രഹ്മാവിൻ്റെ ആയുസ്. എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൽപ്പകാലം ഇതൊന്നുമില്ല, ഇതെല്ലാം നശിപ്പിക്കും. അതായത് ഈ പറഞ്ഞ് നമ്മൾ കാണുന്ന സാധനങ്ങളെ മുഴുവൻ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. ആ എനർജീനെ ഈ പറഞ്ഞ് ബോധമായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ ബോധം എന്താണെന്ന് നിർവചിക്കാൻ ഇപ്പോഴും മോഡേൺ സയൻസിന് പോലും സാധിച്ചിട്ടില്ല, പക്ഷെ അതുണ്ട്. ഒരു കാര്യം കൂടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ്, ഈ ബോധമണ്ഡലം നമ്മുടെ ഉള്ളിൽ, ഈ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. പിന്നെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ചെയ്യില്ല. ഈ ജീവൻ എവിടെ ഇരിക്കണം, ഏത് ഷേപ്പിലായിരിക്കണത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പഞ്ചകോശാന്തര സ്ഥിത എല്ലായിടത്തും ഉണ്ട്. ഈ ദേവി ചൈതന്യം എല്ലായിടത്തും ഉണ്ട്. അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. ഒരു നിയമമുണ്ട്, പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. സഞ്ചരിക്കുന്നതിനെല്ലാം ഈ തല വെട്ടിക്കഴിഞ്ഞാൽ തീർന്നു. സഞ്ചരിക്കാത്തതിൻ്റെ തല വെട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, പൊട്ടിക്കളും. ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാത്തിനെയും തല വെട്ടിക്കഴിഞ്ഞാലും പൊട്ടിക്കളക്കുക. പ്രപഞ്ച നിയമം എല്ലാത്തിനും അങ്ങനെയാണ്. അതിൻ്റെ വേര് നശിപ്പിച്ചാൽ അതവിടെ നശിച്ചു. നമ്മുടെ കാലം മുറിച്ച് കളഞ്ഞാലും നമ്മൾ ജീവിക്കും, മരിക്കില്ല. പക്ഷെ തല വെട്ടിക്കഴിഞ്ഞാൽ മരിച്ചു, കഴിഞ്ഞു. സഞ്ചരിക്കാത്തതിൻ്റെയൊക്കെ കട വെട്ടിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. ഇങ്ങനെയുള്ള പ്രകൃതി നിയമങ്ങൾ, ഇതിനെ ചിന്തിക്കാൻ കഴിവില്ല. ഈ പ്രകൃതിക്ക് ചിന്തിക്കാൻ കഴിവില്ല. ഓരോ ആറ്റത്തിലും ഓരോ പരമാണുവിലും ദൈവചൈതന്യമുണ്ട്. അതിന് ചിന്തിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനുമുള്ള കഴിവുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം, മോഡേൺ ഫിലോസഫേഴ്സ് ഇപ്പോൾ പറയുന്നു. ദ യൂണിവേഴ്സ് ഈസ് കോൺഷ്യസ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. നമ്മൾ ഒന്നുമല്ല. നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം ഒരുപാട് കത്തിച്ച് കളഞ്ഞു, ഒരുപാട് അവർ കട്ടുകൊണ്ട് പോയി. നമ്മുടെ കയ്യിൽ ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. പഠിക്കണമെന്നുണ്ടെങ്കിൽ, അടുത്ത തലമുറയെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ
ഒരെണ്ണം സെലക്ട് ചെയ്യും. എളുപ്പ വഴി ഞാൻ പറയാം. ഈ ദേവീക്ഷേത്രത്തിൻ്റെ ചുറ്റും കിടക്കുന്നവർ ദേവീഭക്തരാണല്ലോ. ലളിതാ സഹസ്രനാമം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൻ സിംഹാസനേശ്വരി എന്ന് പറയുന്നത് മുതൽ ഓരോ വാക്കുകളും അർത്ഥങ്ങൾ കണ്ടുപിടിക്കുക ഇന്ന് വളരെ എളുപ്പമാണ്. ഇതൊരു ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ഉടനെ ഗൂഗിളിലോട്ട് കയറി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഇപ്പം അതിലും കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതുപോലെ ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ഒന്നിനെക്കുറിച്ച് പഠിക്കുക, അത് മുഴുവനും പഠിച്ച് അതിന് വിശകലനം ചെയ്യാം. നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മളതിനെ പല വിധത്തിൽ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. വിശകലനം ചെയ്യാം. അതിനുശേഷം ഭഗവത്ഗീതയിലേക്ക് പോകാം. അത്രയൊക്കെ ഒരു പുരുഷായുസ് കൊണ്ട് സാധിക്കൂ. അതിലപ്പുറത്തേക്കൊന്നും സാധിക്കില്ല. ഇനി നമ്മുടെ മഹർഷി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മഹർഷിമാർ ഒരുപാട് മഹർഷിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് മഹർഷിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ചാർവാക മഹർഷി കേട്ടിട്ടുണ്ടോ? ചാർവാക മഹർഷി തികഞ്ഞ ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹവും മഹർഷിയായിരുന്നു. അദ്ദേഹത്തിന് വേദങ്ങളിൽ വിശ്വാസമില്ലായിരുന്നു, അദ്ദേഹത്തിന് ആത്മാവിൻ്റെ സങ്കല്പത്തിൽ വിശ്വാസമില്ലായിരുന്നു, ഒന്നിലും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ മഹർഷിയായിരുന്നു. ഒരുപാട് അറിവുണ്ടായിരുന്നു. ഒരുപാട് റിസർച്ച് ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹവും ഒരു പക്ഷേ മോക്ഷം കിട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം അമ്പലത്തിൽ വന്നില്ലെങ്കിലോ വിളക്ക് കത്തിച്ചില്ലെങ്കിലോ ദൈവം കോപിക്കില്ല. പക്ഷേ അനുഗ്രഹത്തിന് കുറവുണ്ടാകും. ഒരു സംശയമില്ല. നമ്മൾ വിളിച്ചു വരുത്തണം. ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള നവാഹം നടക്കുന്നു, അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടക്കുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ദേവിക്ക് വേണ്ടിയല്ല, ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദേവിയുടെ ചൈതന്യം എത്രത്തോളം വർദ്ധിക്കുന്നുവോ ആ ചൈതന്യം ഈ നാട് മുഴുവനുണ്ടാവും. ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരിലേക്കും അത് കിട്ടും. ക്ഷേത്രകാര്യങ്ങൾ എത്രയും ഭംഗിയായിട്ട് നടക്കണം. എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ക്ഷേത്രത്തിന് ഉന്നതി ഉണ്ടാവണം, ഉന്നമനം ഉണ്ടാവണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദേവന് വേണ്ടിയല്ല, ആ ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കഴിയുന്നത് ഇതുപോലെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവനവൻ്റെ കഴിവിനനുസരിച്ച്, നമ്മളെല്ലാം കൂടെ വിറ്റ് പിറക്കി അമ്പലത്തിൽ കൊടുക്കണം എന്നല്ല പറയുന്നത്, അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ട് പരമാവധി. കാരണം ഒരു ക്ഷേത്രം വളരുക എന്നുള്ളത് ഒരു നാട് വളരുന്നതാണ്. അത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ആവശ്യമാണ്. ഹരി ഓം.